നമസ്കാരം. ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ ബന്ധം അതിന് രാജ്യത്തിനകത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടുമുള്ള രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇസ്രായേലുമായി ഇന്ത്യ കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ എതിർപ്പിനൊക്കെ കാരണമാകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളെ ആക്രമിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു രാജ്യം കൂടിയാണ്. ശ്രീ അനിൽ വെണ്ണിയൂർ സാർ നമ്മോടൊപ്പമുണ്ട്. സർ, ഈ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രതിരോധ ബന്ധം അത് പലപ്പോഴും രഹസ്യ ബന്ധങ്ങളുമാണ്. പല ഘട്ടങ്ങളിലും രഹസ്യമായിട്ടാണ് രണ്ട് രാജ്യങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ പലസ്തീൻ വിഷയമൊക്കെ കിടക്കുന്നത് കൊണ്ട് മുൻകാല ഇന്ത്യൻ സർക്കാരുകൾ അങ്ങ് നേരിട്ട് ഇസ്രായേലുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇസ്രായേലിനെ വെറുക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധ രംഗത്തും അത് കൂടുതൽ പ്രൊജക്റ്റുകളും സഹകരണങ്ങളും ഒക്കെ ഇനി വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പം ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മൊറാർജി ദേശായി 77 ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഒളിച്ചെങ്കിലും ഇസ്രായേൽ എന്നുള്ളൊരു വാക്ക്, ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ ഇന്ത്യയിൽ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു രാജ്യം ഇല്ല എന്നാണ് പറയുന്നത്. അത് പാലസ്തീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, പാലസ്തീൻ ലിബറേഷൻ ആർമിക്കൊക്കെ ഇന്ത്യ കൊടുത്തിരുന്ന ആ ഒരു സഹായം, അവരുടെ നേതാക്കൾക്ക് ഇന്ത്യ കൊടുത്തിരുന്ന ആദരം, അതൊക്കെ ഇസ്രായേലുമായിട്ട് നമ്മൾ എന്തെങ്കിലും അടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ അങ്ങനെ തന്നെയാണ് ഇപ്പം 99 വരെ ഇസ്രായേലുമായി. അതിനുശേഷം രണ്ടാമത് ജോർജ് ഫെർണാണ്ടസൊക്കെ മന്ത്രിയായിരിക്കുമ്പോഴത്തേക്ക് ഇസ്രായേലുമായിട്ടൊക്കെ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓപ്പണായിട്ട് ഇന്ത്യ ഇസ്രായേലുമായിട്ട് കൈകോർക്കുന്നത് കാർഗിൽ വാർ സമയത്താണ്. അന്ന് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ഹെൽപ്പുകൾ ഇന്ത്യക്ക് ചെയ്തു തരാൻ സാധിച്ചത്, അതായത് ഫ്രഞ്ച് വിമാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള മിസൈൽ കണക്ഷൻസും മറ്റ് സെൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് ഇസ്രായേലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ എന്താണ് ഇസ്രായേൽ അന്ന് ചെയ്തത്? അതായത് നമ്മുടെ ഒരു നീഡ് എന്തായിരുന്നു? അതായത് ഈ നമ്മുടെ മിറാജ് നമ്മുടെ മിറാജ് 2000 നമ്മൾ ഉപയോഗിക്കുന്നൊരു വിമാനമായിരുന്നു. ഈ വിമാനങ്ങളിൽ ഇപ്പം വിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളുടേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ് കോഡുകളും മറ്റ് സെൻസറുകളൊന്നും ആ വിമാന കമ്പനികൾ നമുക്ക് തരാറുമില്ല, നമ്മൾ അതിനെ അനുവദിക്കാറുമില്ല. പക്ഷേ ഒരു യുദ്ധം തോൽക്കുന്നൊരവസരത്തിൽ ഈ അന്താരാഷ്ട്ര കരാറുകളെ ഒന്നും നമ്മൾ മാനിക്കാൻ തയ്യാറായില്ല. അന്ന് നമ്മളെ സഹായിക്കാൻ, അതായത് നൈറ്റ് വിഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അന്ന് സഹായിക്കാൻ തയ്യാറായത് ഇസ്രായേലാണ്. അപ്പം പ്രത്യേകിച്ചും ഇസ്രായേലിന് ഇന്ത്യയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അടിച്ചമർത്തേണ്ടത് ഇസ്രായേലിൻ്റെയും കൂടെ ഒരു ആവശ്യമായതുകൊണ്ടും കൂടെയാണ് അവർ. കാര്യം ഈ ഹമാസിനും ഉള്ള ഹെൽപ്പുകളെല്ലാം പോകുന്നത് പാകിസ്ഥാൻ വഴിയാണ്. പല ഗൾഫ് കൺട്രികളിൽ നിന്നും സൈഫൺ ചെയ്തായിട്ടാണ് ഈ ഹെൽപ്പുകൾ പാകിസ്ഥാൻ വഴി പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ പാകിസ്ഥാനെ ഒരു നമ്പർ 1 ശത്രുവായിട്ട് കണക്കാക്കുകയും അവരെ തിരിച്ചടിക്കാൻ, അവരെ പത്തിക്ക് ഒരു അടി കൊടുക്കാൻ കിട്ടിയ അവസരം അവർ ഇന്ത്യ വഴി ഉപയോഗിച്ചു എന്നുള്ളതുമാണ് അത് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അതുവരെ ഇസ്രായേലിനെ എതിർത്തിരുന്ന ദേശസ്നേഹികൾക്ക് പോലും ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇസ്രായേലിനെ എതിർത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതായി. അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വളരെ ഓപ്പണായിട്ട് ബ്ലോസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാര്യം ഈ പല വെപ്പൺ സിസ്റ്റത്തിൻ്റെയും ടെക്നോളജികളിൽ ഒരുപാട് അഡ്വാൻസ്ഡായ ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അപ്പം നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇസ്രായേൽ ഒരു ആണവ രാജ്യമാണ്. പക്ഷേ അത് നമ്മൾ ടിൻ ബ്ലാസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ രഹസ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയെന്നും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇന്നും അത് അവർ അംഗീകരിച്ചിട്ടില്ല. ലോകത്ത് പലരും പറയുന്നുണ്ട് അവരൊരു ആണവ ശക്തിയാണെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഇസ്രായേലിൻ്റെ ത്രെട്ടുകളും ഇന്ത്യയുടെ ത്രെട്ടുകളും പ്രത്യേകിച്ചും കോമൺ ആയിട്ട് വന്നു. പ്രത്യേകിച്ചും 2000-ങ്ങൾക്ക് ശേഷം ഈ മുസ്ലിം തീവ്രവാദം അമേരിക്കയെ കയറി അടിക്കുന്ന ഒരു അവസരമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇസ്രായേലിന് അത് ലോകത്തെവിടെയൊക്കെയാണോ തീവ്രവാദം ഉള്ളത് അവരെയൊക്കെ അവരുടെ ഗുഹകളിൽ ചെന്ന് തന്നെ അടിച്ചമർത്തുക എന്നുള്ള രീതിയിലോട്ട് അവർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുമായിട്ട് ഒരു ആയുധ സഹകരണം
രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർക്ക് മാത്രമായിട്ടുള്ള ഒരുപാട് അവർ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് പ്രത്യേകിച്ചും ആൻറ്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഡ്രോൺസ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, മിസൈൽസ് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്നത് അവർക്ക് റഫാല എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുണ്ട്. നമ്മുടെ റാഫേൽ ഫ്രഞ്ച് കമ്പനിയല്ല, ഇതൊരു ഇസ്രായേലി കമ്പനിയാണ്. റാറ്റ്സ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് എന്നാണ്. അപ്പോൾ അവരാണ് ഈ ഇസ്രായേലിലെ പ്രശസ്തമായിട്ടുള്ള അയൺ ഡോം ഒക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ S-400 എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു അയൺ ഡോം മാനേജ് ചെയ്യുന്നതിനാണ്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർസെപ്റ്റർ മിസൈലുകളും മറ്റുമൊക്കെ അവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു അസംബ്ലി ലൈൻ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കാര്യം അവർക്ക് സ്ഥലപരിമിതി ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ കേരളത്തിൻ്റെ സ്ഥലപരിമിതി പോലെയാണ് ഇസ്രായേലിൻ്റെ സ്ഥലപരിമിതി ധാരാളമാണ്. ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനും നമുക്ക് ഓൾറെഡി ടെസ്റ്റ് റേഞ്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഈ സാധനങ്ങൾ അസംബ്ലി ചെയ്യാനും കൂടുതൽ ഡീപ്പായിട്ട് ഈവൻ ടെക്നോളജി ട്രാൻസ്ഫർ പോലും ചെയ്യാനും ഇസ്രായേൽ തയ്യാറായേക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. കാര്യം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ അവർക്ക് അമേരിക്കയായിട്ട് മാത്രമേ ഈ സിസ്റ്റം ഇപ്പോഴും അയൺ ഡോമിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് നിലവിൽ അമേരിക്കയിൽ മാത്രമേ USA മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ, ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇസ്രായേലിന് വെളിയിൽ. അപ്പോൾ ഇസ്രായേലിന് വെളിയിൽ ഈ ഫെസിലിറ്റീസ് കൊടുക്കുന്ന രണ്ടാമത്തെ ലോകരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് പ്രയോറിറ്റീസ് ഒരുപാട് ഇന്ത്യ കേന്ദ്രീകരിച്ചാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഈ അമേരിക്കയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഈ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഈ ഇറാൻ്റെ വിഷയത്തിലൊക്കെ. മാത്രമല്ല അമേരിക്ക മാത്രമല്ല ഇന്ത്യയും പങ്കാളിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറയുകയും ചെയ്തു. അല്ല, ഇതിനകത്ത് ഇപ്പം ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ത്യയോട് കൂറ് കാണിക്കുന്നത് പോലെ തന്നെ റഷ്യ ചൈനയോടും കൂറ് കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതേപോലെ പിന്നെ പാകിസ്ഥാൻ ഇസ്രായേലിനോട് കൂറ് കാണിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ അവർ പാകിസ്ഥാനോടും കൂറ് കാണിക്കുന്നു. മനസ്സിലായില്ല? അവർക്ക് അവരുടെ കച്ചവടം മുഖ്യം എന്നുള്ളതാണ്. അവരുടെ കച്ചവടമാണ് അവർ നോക്കുന്നത്. അപ്പം ഇസ്രായേലിന് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അമേരിക്ക ലോകത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണെങ്കിൽ പോലും അവർ പിന്നെയും റഷ്യയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഭീകരവാദികളെ പലയിടത്തും സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അപ്പം ഇവിടെയൊക്കെ ഇരട്ട പ്രിയോറിറ്റീസ് വരും. ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ സഹകരിക്കേണ്ടി വരും. ഇപ്പം ഇന്ത്യ പോകുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഗ്ലോബൽ പവേഴ്സിനെ സഹായിക്കത്തില്ല. അപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പ്രയോറിറ്റീസ് ഉണ്ട്. പക്ഷേ അവർക്ക് നോർത്ത് കൊറിയയും ചൈനയും വിട്ടൊരു കളിക്ക് റഷ്യ തയ്യാറില്ല. അപ്പോൾ പാകിസ്ഥാനെ വിട്ടൊരു കളിക്ക് അമേരിക്കയും തയ്യാറില്ല. കാര്യം റഷ്യയെ ചൊറിയണമെങ്കിൽ അവർക്ക് പാകിസ്ഥാൻ്റെ ആവശ്യം വേണം. അതാണ് അവർക്ക് പാകിസ്ഥാനിലുള്ള ഇൻട്രസ്റ്റ്. അതാണ്. ഇന്ത്യ ഉപയോഗിച്ചിട്ട് എന്തായാലും റഷ്യയെ ചൊറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് റഷ്യയെ ചൊറിയണമെങ്കിൽ ഒന്നേ അഫ്ഗാനിസ്ഥാൻ വേണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ വേണം. അഫ്ഗാനിസ്ഥാൻ അവരെ കയ്യിൽ നിന്ന് പോയി. പാകിസ്ഥാൻ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അടുത്ത എനിക്ക് തോന്നുന്നു ഈ ദശാബ്ദത്തിൽ തന്നെ പാകിസ്ഥാൻ ഒരു 3-4 പാകിസ്ഥാനുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3-4 കഷ്ണങ്ങളായി 4 കഷ്ണങ്ങളായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇപ്പോൾ ഈ മിസൈലുകൾ ഇനിയിപ്പോൾ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഹമാസിൻ്റെ നെഞ്ച് പിളർക്കുമെന്നൊക്കെ പറയാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യക്കകത്തെ ഇന്ത്യയിലെ മിസൈലുകൾക്ക് അത് ഹമാസാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ഒന്നുമില്ല. മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. ആ ടാർഗറ്റിൽ നിൽക്കുന്ന ആരായാലും അത് ഭേദിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ബ്രഹ്മോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെ. ഈ ആയുധ കച്ചവടം ഇപ്പോൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ ബ്രഹ്മോസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിനേക്ക് എത്രമാത്രം സഹായമായിട്ടുണ്ട്? അല്ല, അത് കഴിഞ്ഞ ദിവസം അത് ഡെമോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പലരും പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ആയുധ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ പലരും പറയുന്നതിനകത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നയം വളരെ വ്യക്തമാണ്. ഒന്നിൽ നമ്മൾ സഹായിക്കുന്ന രാജ്യം ഒന്നിൽ ആൻറ്റി ചൈന ആയിരിക്കണം, അല്ലെങ്കിൽ ആൻറ്റി പാകിസ്ഥാൻ ആയിരിക്കണം. അല്ലാത്ത ഒരു രാജ്യത്തെ നമ്മൾ സൈനികമായിട്ട് സഹായിക്കാൻ പോകുന്നില്ല. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. വളരെ ക്ലിയറാണ്, വളരെ സിമ്പിളാണ്. ചൈനയുമായിട്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇന്തോനേഷ്യയ്ക്കും ഫിലിപ്പീൻസിനും നമ്മൾ ബ്രഹ്മോസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെറുതെ ഒരു കച്ചവടമല്ല, നമ്മൾ കച്ചവടത്തിന് പോകുന്നതല്ല. ഇപ്പോൾ മൂന്നാമത്തെ ഒരു പ്രിയോറിറ്റി വരുന്നത്
ആൻറ്റി തുർക്കി ആയിരിക്കണം, ഒന്നിൽ ആൻറ്റി പാകിസ്ഥാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആൻറ്റി തുർക്കി ആയിരിക്കണം, അല്ലെങ്കിൽ ആൻറ്റി ചൈന ആയിരിക്കണം. കാര്യം നമുക്ക് ഡിക്ലെയർഡ് ആയിട്ടുള്ള 3 എനിമീസേ ഉള്ളൂ. ആ എനിമീസ് എന്നുള്ള രാജ്യത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഒന്നും വന്നിട്ടില്ല, അതൊന്നും അത്ര രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഈ 3 രാജ്യങ്ങൾക്കെതിരായിട്ട് ഈ 3 രാജ്യങ്ങൾക്കെതിരായിട്ട് ആർക്കെങ്കിലും ആയുധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യയെ സമീപിച്ചാൽ നമ്മൾ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഇന്ത്യയുടെ ഒരു പോളിസി അങ്ങനെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഓരോ രാജ്യത്തിനും കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം അവർക്ക് ഒന്നേൽ ചൈനയായിട്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ തുർക്കിയായിട്ട് പ്രശ്നം ഉണ്ടാവും. അവിടെ ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇന്ത്യ ചെയ്യുന്നത്. ഈ ഇന്ത്യക്കകത്തെ ഇസ്രായേൽ വിരുദ്ധർ എന്ത് ചെയ്യും? അവർക്ക് പാകിസ്ഥാനിലോട്ട് പോകാം, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം നമുക്ക് നമ്മുടെ രാജ്യരക്ഷയാണ്, നമ്മുടെ അതിർത്തികളും നമ്മുടെ രാജ്യരക്ഷയാണ് നമുക്ക് വലുത്. അവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇപ്പം നമ്മൾ 50s-ലും 60s-ലും 70s-ലും 80s-ലും ഉള്ള ഇന്ത്യ അല്ല 2000-ലും 2025-ലും ഒക്കെ ഉള്ളത്. ആ സമയത്തൊക്കെ ഇന്ത്യ ഒരുപാട് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടാളക്കാരെ നമ്മൾ തിരിച്ച് വിട്ടുകൊടുത്തു, ഉപാധികളില്ല. നമ്മളെ പട്ടാളക്കാരെ അവർ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ അവരുടെ പട്ടാളക്കാരെ നമ്മൾ പിടിച്ചു വിട്ടുകൊടുത്തത്. നമ്മൾ പിടിച്ചെടുത്ത കറാച്ചി വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ രീതിയിലുള്ള ഒരു മെല്ലബിലിറ്റി ഇനി നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നില്ല. ഇനി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പിടിച്ചെടുത്തത് തന്നെയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ നിലപാട് മാറ്റം ഇപ്പോൾ ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി കൈകോർക്കാനുള്ള ഒരു സാഹചര്യം ഈ നിലപാട് മാറ്റം കൂടിയാണോ? അല്ല, ഞാനത് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാതിരി ഓരോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും ലിസ്റ്റ് മാറുക. അതെ, കാര്യം യുദ്ധത്തിൽ ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിൽ നമ്മുടെ ഒരു പ്രിൻസിപ്പിളെന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഡിഫൻസിലെ ഒരു പ്രത്യേക പ്രിൻസിപ്പിളാണ്. ഒരു യുദ്ധത്തിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവർ മാത്രമാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ആ സമയത്ത് നമ്മൾ കൂടെ വരാതെ നിൽക്കുന്നവർ ശത്രുക്കളെക്കാളും നമ്മൾ പേടിക്കേണ്ടവരാണ്. ഒരു യുദ്ധ സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മളെ സഹായിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശത്രുക്കൾ തന്നെയാണ് എന്ന് നമ്മൾ കരുതി വേണം മുന്നോട്ട് പോകാൻ. അവർ നമ്മളെ സഹായിക്കുന്നതിൻ്റെ അർത്ഥം അവർ ശത്രുക്കളെ സഹായിക്കാൻ വില്ലിങ് ആണെന്നാണ്. നമ്മൾ കാണാറില്ലേ, ചിലപ്പോൾ ചില വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കായിരിക്കും ആൾക്കാരുടെ തനി സ്വഭാവവും കൾച്ചറൊക്കെ നമുക്ക് പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധം അതേപോലെയാണ് ഒരു യുദ്ധം വരുമ്പോഴത്തേക്കാണ് നമുക്കുള്ള യഥാർത്ഥ ശത്രുക്കൾ ആരൊക്കെയാണെന്നും യഥാർത്ഥ മിത്രങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ലിസ്റ്റുകളൊക്കെ മാറും. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ 71-ലെ വാർ വരെ അമേരിക്കയെ നമ്മൾ ഒരിക്കലും ഒരു ശത്രുരാജ്യമായിട്ട് കണ്ടില്ല. പക്ഷെ അവിടെ അവർ ഇടപെടാൻ തുടങ്ങിയത് തൊട്ട് നമ്മൾ ഈ അടുത്ത കാലം വരെ അമേരിക്കയെ നമ്മൾ ഒരു എതിർകക്ഷിയായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ തുർക്കിയുടെ കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ വരെ തുർക്കിയെ നമ്മളൊരു എതിർ രാജ്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഓരോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും, കാർഗിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ഓരോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും ആരൊക്കെയാണോ നമ്മൾ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ സഹായിക്കുന്നവരുടെ സഹായം നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. അതിനെ നമ്മൾ റെസിപ്രൊക്കേറ്റ് ചെയ്യണം എന്നാണ് ഇന്ത്യ ഇതുവരെയും കൊണ്ടുപോയിരുന്ന ഒരു പ്രിൻസിപ്പിൾ. ഈ പാകിസ്ഥാൻ്റെ തീരുമാനങ്ങൾ അതൊരു പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് എന്ന് തോന്നും. കാരണം പാകിസ്ഥാനകത്തുള്ള ജനങ്ങൾ മുഴുവൻ അമേരിക്കൻ വിരുദ്ധരാണ്. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ്. എങ്ങനെയും അമേരിക്കയെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലേക്ക് പാകിസ്ഥാൻ പിടിച്ചു നിർത്തുന്നത് ഈ ഇസ്രായേൽ ഇന്ത്യ കോമ്പിനേഷനെ ഭയന്നിട്ടായിരിക്കുമോ? അല്ല, എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ അമേരിക്കയുടെ ഇടപെടൽ സൂപ്പർഫിഷ്യലാണ്. മുകളിൽ കൂടുതൽ ഇടപെടലുകളേ ഉള്ളൂ. അതിനേക്കാളും പാകിസ്ഥാനിൽ ഇപ്പം കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നത് ചൈനയുടെ ഇടപെടലാണ്. ചൈന അവരുടെ ധാതുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ചൈനീസ് വംശജർക്കെതിരായിട്ട് പാകിസ്ഥാനിൽ യുദ്ധം ഉണ്ടാകുന്നു. അത് ബലൂചിസ്ഥാനിൽ മാത്രമല്ല, മൊത്തത്തിൽ പാകിസ്ഥാനിലെ ധാതുക്കളെല്ലാം അവരടിച്ചുകൊണ്ട് പോകുന്നു. പാകിസ്ഥാനികൾക്ക് പൊതുവെ ഈ ചൈന ഫേസുമായിട്ടൊരു നല്ല ബന്ധമല്ല ഉള്ളത്. അപ്പോൾ അവിടെ ആ രാജ്യത്ത് ഇപ്പം കൂടുതലും ഇൻറ്റേർണലായിട്ട് ഇപ്പം നമ്മുടെ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നത് വെപ്പൺസ് മാത്രം കൊടുത്താണ് സഹായിക്കുന്നത്. ഇവരല്ലാത്ത രീതിയിലും പല രീതിയിലും അവർ സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷനാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരേ രാജ്യം ഒരേ സമയം അമേരിക്കയിൽ നിന്നും ഒരേ സമയം ചൈനയിൽ നിന്നും സഹായം വാങ്ങിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇൻ്റർനാഷണലി ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരെയും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ റഷ്യയിലും പോയിരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. അദ്ദേഹം അവിടെ ചെന്നിടത്താണ് അന്നാണ് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. അയാളുടെ കഷ്ടകാലം അതാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം
അവർ പിച്ചക്കാരാണ്. എല്ലാവരിടത്തും പിച്ച ചോദിക്കും. സൗദിയടുത്തും ചോദിക്കും, ദുബായിടത്തും ചോദിക്കും, റഷ്യടുത്തും ചോദിക്കും, അമേരിക്കടുത്തും ചോദിക്കും. ഈവൻ ഇന്ത്യയടുത്തും അവർ പകുതി മനസ്സോടെ വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗോതമ്പും മറ്റൊക്കെ മുന്നേ കൊടുത്തിരുന്നു. ഗോതമ്പൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. ഇപ്പോൾ വെള്ളം വേണമെന്ന് അവർക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭരണകൂടത്തിൻ്റെ മുഖം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് അവർ ചോദിക്കുന്നില്ല. ഇന്ത്യ ഇല്ലാതാക്കി കളയുന്നൊക്കെ ഇന്നാൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അയാളൊരു വേൾഡ് ലെവൽ കൊമേഡിയനായിട്ടാണ് നമ്മൾ ആൾക്കാർ കാണുന്നത്. ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഒരു കൊമേഡിയൻ ആവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ഓപ്പറേഷൻ മൂലക്കിരുത്തിയിരിക്കുന്നതായിരിക്കും. അല്ല, അയാൾ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ അയാൾ പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഈ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്ര നിലവാരമേ അവിടുത്തെ മന്ത്രിമാർക്കും മറ്റ് ഭരണകൂടത്തിനൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണം അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത് അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും കൂടെ റഫാൽ കമ്പനിക്ക്. അല്ല, ഈ മിസൈലുകളുടെ എൻഡ് യൂസർ ഇസ്രായേലാണ് അല്ലേ? അല്ലല്ല, അവർ മറ്റ് രാജ്യങ്ങൾക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കണമെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും അവർ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് കൊടുക്കാൻ പല രാജ്യങ്ങൾക്കും കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഓപ്പോസിഷൻ, നമ്മുടെ ഇതിനകത്തുള്ള കോൺട്രഡിക്ഷൻ നോക്കുക. റഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ ബ്രഹ്മോസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്, അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലുമായിട്ട് ചേർന്നിട്ട് നമ്മൾ വേറെ അയൺ ഡോം മിസൈൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്ന പോലെ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളവരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത്. അതെ. അപ്പോൾ അതാണ് ഇസ്രായേൽ ഇന്ത്യ സഹകരണം പ്രതിരോധ രംഗത്ത് വൻ ചർച്ചയാവുകയാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും വലിയ സംഭാവന നൽകാൻ പോകുന്ന ഒരു ഇടപാടാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നടക്കാൻ പോകുന്നത്.